കോഴിക്കോട് നഗരത്തിൽ 1-2 ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന ഏതാനും അട്രാക്ഷൻസും റെസ്റ്റോറൻറ്റ് ലിസ്റ്റും ലോഡ്ജ് ലിസ്റ്റും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ടൗൺ ഹാളിനടുത്ത ആർട്ട് ഗാലറി വളരെ ചെറിയ ഒരു പെയിൻറ്റിംഗ് പ്രദർശനമാണ്. അതുപോലെ കോഴിക്കോട് ബീച്ചിൽ ക്വേറിയവും മികച്ച സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളുമുണ്ട്. കുട്ടികൾക്ക് ലയൺസ് ചിൽഡ്രൻസ് പാർക്കുമുണ്ട്. അതുപോലെ 17 കിലോമീറ്റർ ദൂരെ കാപ്പാട് ബീച്ച് ഇപ്പോൾ മനോഹരമായി സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ കൃഷ്ണമേനോൻ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി ഈസ്റ്റ് ഹില്ലിലാണ്. തിങ്കളാഴ്ച തുറക്കുകയില്ല. ഇന്ത്യാ ചരിത്രം പഠിക്കുന്നവർക്ക് 2 മണിക്കൂർ ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കൃഷ്ണമേനോൻ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി. അതുപോലെ മാനാഞ്ചിറ ഗാർഡൻസ് ഉച്ചയ്ക്ക് 2 മണിക്കേ തുറക്കുകയുള്ളൂ. 1 മണിക്കൂർ ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതുപോലെ പ്ലാനറ്റോറിയം ജാഫർ ഖാൻ കോളനി റോഡിലാണ്. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർവശത്താണ്. എല്ലാ ദിവസവും ഇവിടെ സ്കൈ ഷോയുണ്ട്. സയൻസിൽ താല്പര്യമുള്ള കുട്ടികളുള്ള ഫാമിലീസിന് പറ്റിയ സ്ഥലമാണ് പ്ലാനറ്റോറിയം. അതുപോലെ സരോവരം ബയോ പാർക്ക് നാണവും മാനവുമുള്ളവർക്ക് പോകാൻ പറ്റിയ സ്ഥലമല്ലെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് യോജിച്ച ഒരു സ്ഥലമായി അറിയപ്പെടുന്നു. ധാരാളം വനപ്രദേശവും അരുവികളും പ്രൈവസിയും ഇവിടെയുണ്ട്. അതുപോലെ തളി ടെമ്പിൾ പാർക്ക് തളി ക്ഷേത്രക്കുളത്തിന് ചുറ്റുമായി മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു ഹെറിറ്റേജ് പാർക്കാണിത്. വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതുപോലെ ഗോവിന്ദപുരം സെൻട്രൽ സ്കൂൾ മനോഹരമായ ദൃശ്യങ്ങൾ ലഭിക്കുന്ന ഒരു കുന്നിൻ പ്രദേശമാണ്. ബസ് സൗകര്യമുണ്ട്. അതുപോലെ ഇരിങ്ങാടൻ പള്ളി കോവൂരിൽ നിന്ന് വെള്ളിമാട് കുന്നിലേക്കുള്ള പ്രകൃതി രമണീയമായ റോഡാണ്. വീതിയുള്ള ഫുട്പാത്തുകളുണ്ട്. മനോഹരമായ കോഫി ഷോപ്പുകൾ 2 വശവും നിറഞ്ഞു നിൽക്കുന്നു. 4 കിലോമീറ്റർ ഈ വഴിയിൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അതുപോലെ നോർത്ത് ബീച്ച്, വെളിയിൽ പോലീസ് സ്റ്റേഷൻ, ശാന്തിനഗർ, റേഡിയോ മാംഗോ, പുതിയാപ്പ, എലത്തൂർ, പാവങ്ങാട് എന്നീ പ്രദേശങ്ങൾ കണക്ട് ചെയ്യുന്നു. 5 കിലോമീറ്റർ നടക്കാൻ പറ്റും. അതുപോലെ മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറി ധാരാളം കോഫി ഷോപ്പുകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും ഇവിടെ കാണാൻ പറ്റും. മിഠായി തെരുവും തൊട്ടടുത്താണ്. അതുപോലെ ക്രൗൺ തിയേറ്റർ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. 80 വർഷം പഴക്കമുള്ള ഒരു സിനിമാ തിയേറ്ററാണ്. കൂടുതലായി ഇംഗ്ലീഷ് സിനിമകളാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ സൗത്ത് ബീച്ച് വാക്ക് ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് തുടങ്ങി കണ്ണംപറമ്പ് പള്ളിയുടെ മുമ്പിൽ കൂടി നേനാൻ വളപ്പും കഴിഞ്ഞ് പുതിയ കോത്തി ബ്രിഡ്ജ് മുറിച്ചു കടന്നാൽ ചക്കുംകടവ്, പയ്യാനക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും. അവിടെ നിന്നും പന്നിയങ്ങര പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് നടന്നാൽ തിരിച്ച് സിറ്റിയിലേക്ക് ബസ് സൗകര്യവുമുണ്ട്. അതുപോലെ വലിയങ്ങാടി ഒരു ഭാഗം ബീച്ചിലും മറ്റേ ഭാഗം റെയിൽവേ സ്റ്റേഷനിലും പരന്നു കിടക്കുന്ന പൗരാണികമായ ഒരു മാർക്കറ്റാണ്. അതുപോലെ ഹൈലൈറ്റ് മാൾ 8 കിലോമീറ്റർ ദൂരെ പാലാഴിയിലാണ്. 14 ലക്ഷം സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. ധാരാളം ഫുഡ് കോർട്ടുകളും ഗെയിമിംഗ് ആലികളും ഇവിടെയുണ്ട്. അതുപോലെ RP മാൾ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്താണ്. ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്. ഭക്ഷണം കഴിക്കാൻ കല്ലായി റോഡിലെ കോഫി ഹൗസിൽ വെജിറ്റേറിയൻ സെക്ഷനും നോൺ വെജിറ്റേറിയൻ സെക്ഷനും പ്രത്യേകമായിട്ടുണ്ട്. ആരാധന ലോഡ്ജിൻ്റെ ഉള്ളിലാണ് ഈ കോഫി ഹൗസ്. അതുപോലെ റഹ്മത്ത് ഹോട്ടൽ 2 ബ്രാഞ്ചുകളുണ്ട്. ഒന്ന് മാതൃഭൂമിക്കടുത്തും മറ്റൊന്ന് സ്റ്റേഡിയത്തിനടുത്തുമാണ്. ഉയർന്ന ക്വാളിറ്റിയുള്ള ഭക്ഷണം ചുരുങ്ങിയ ചെലവിൽ റഹ്മത്ത് ഹോട്ടലിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ അളകാപുരി റെസ്റ്റോറൻറ്റ് മുഹമ്മദ് അലി റോഡിലാണ്. പരമ്പരാഗതമായ രീതിയിലുള്ള കേരള ലഞ്ച് ഇവിടെ ലഭിക്കുന്നു. മർഹബ എയർ കണ്ടീഷൻ ഡോർമിറ്ററി 220 രൂപയ്ക്ക് ഡോർമിറ്ററി ബെഡുകൾ കൊടുക്കുന്നു. കമ്മത്ത് ലൈനിലാണ് ഈ ഡോർമിറ്ററിയുടെ ലൊക്കേഷൻ. അതുപോലെ സ്റ്റാർ എയർ കണ്ടീഷൻ ഡോർമിറ്ററി പാളയത്താണ്. 250 രൂപയ്ക്ക് ബെഡുകൾ കൊടുക്കുന്നു. അതുപോലെ 1 ഡേ പാലസ് ഡോർമിറ്ററി PVS ആശുപത്രിക്ക് അടുത്താണ്. 300 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. അതുപോലെ അറോറ ടൂറിസ്റ്റ് ഹോം PVS ആശുപത്രിക്ക് അടുത്ത് തന്നെയാണ്. 600 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. അതുപോലെ നളന്ദ ഹോട്ടൽ ബീച്ച് ഏരിയയിലാണ്. 650 രൂപയ്ക്ക് പ്രശാന്ത സുന്ദരമായ ഏരിയയിൽ മുറികൾ കൊടുക്കുന്നു. ഇവിടെ കോൺഫറൻസ് ഫെസിലിറ്റി ഉണ്ട്. ഈശ്വരി ലോഡ്ജ് അതുപോലെ മനോഹരമായ ഒരു ഏരിയയിൽ ബീച്ച് ഹോസ്പിറ്റലിനടുത്താണ്. 700 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. അതുപോലെ ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഹോം PVS ആശുപത്രിക്ക് അടുത്താണ്. 700 രൂപയ്ക്ക് തന്നെ മുറികൾ കൊടുക്കുന്നു.
അതുപോലെ വിനായക ടൂറിസ്റ്റ് ഹോം തളി ക്ഷേത്രത്തിനടുത്താണ് 800 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. ഇവിടെ ഒരു എയർ കണ്ടീഷൻ റെസ്റ്റോറൻറ്റുമുണ്ട്. തൊട്ടടുത്ത് തളി കുളത്തിന് ചുറ്റുമായി മനോഹരമായ ഇരിപ്പിടങ്ങളുമുണ്ട്. അതുപോലെ അറ്റ്ലസ് ഇൻ ടൂറിസ്റ്റ് ഹോം കല്ലായി റോഡിലാണ്. 1000 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. അതുപോലെ കിങ് ഫോർട്ട് ലോഡ്ജ് കല്ലായി റോഡിൽ തന്നെയാണ്. 1400 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. അതുപോലെ ആരാധന ടൂറിസ്റ്റ് ഹോം കല്ലായി റോഡിൽ തന്നെയാണ്. 1400 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. ഇവിടെ 2 കോഫി ഹൗസുകളുമുണ്ട്. വെജും നോൺ വെജും വേറെ വേറെ സൗകര്യമുണ്ട്. അതുപോലെ വൺ ഡേ പാലസ് ലോഡ്ജ് PVS ആശുപത്രിക്ക് സമീപമാണ്. 1500 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. ഇവിടെ ഒരു ഡോർമിറ്ററിയുമുണ്ട്. അതുപോലെ ഡെർവേഷ് റെസിഡൻസി PVS ആശുപത്രിക്ക് അടുത്താണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരമുള്ളൂ. 2000 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ ആകർഷണീയതയായ മിഠായി തെരുവ് രാത്രിയിൽ മാത്രമാണ് സുന്ദരമായി മാറുന്നത്. പകൽ സമയത്ത് വെറും സാധാരണമായൊരു മാർക്കറ്റായി മിഠായി തെരുവ് നമുക്ക് അനുഭവപ്പെടും. എന്നാൽ രാത്രിയിൽ വലിയ ആൾക്കൂട്ടം ഇവിടെ ഉണ്ടാവുന്നത് കൊണ്ട് അലങ്കാര വിളക്കുകൾ തെളിയുകയും റൊമാൻറ്റിക്കായ ഒരു അന്തരീക്ഷം മിഠായി തെരുവിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. യൂറോപ്യൻ നിലവാരത്തിലുള്ള ഇന്ത്യയിലെ അപൂർവം പെഡസ്ട്രിയൻ സ്ട്രീറ്റുകളിൽ ഒന്നാണ് മിഠായി തെരുവ്. പണ്ടുകാലത്ത് ഇവിടെ മിഠായികൾ മാത്രമാണ് വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് അഥവാ SM സ്ട്രീറ്റ് മിഠായി തെരുവ് എന്നൊക്കെ ഈ തെരുവ് അറിയപ്പെടാൻ തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ വസ്ത്രങ്ങളും പാദരക്ഷകളും ആഭരണങ്ങളും വിൽക്കുന്ന ഒരു മാർക്കറ്റായി മിഠായി തെരുവ് അറിയപ്പെടുന്നു. പണ്ടുകാലത്ത് സാമൂതിരിയുടെ നാണയങ്ങൾ അടിച്ചിരുന്ന മിൻറ്റ് അഥവാ കമ്മട്ടം ഇവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്. ധാരാളം പൗരാണികമായ പോർച്ചുഗീസ് കെട്ടിടങ്ങളും ഇപ്പോഴും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കേരള ഗവൺമെൻറ് 5 വർഷം മുമ്പ് 6.5 കോടി രൂപ ചെലവിൽ മിഠായി തെരുവ് നവീകരിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഈ പുതിയ അലങ്കാര വിളക്കുകൾ പ്രത്യക്ഷപ്പെട്ടത്. ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന ധാരാളം ചെറുകിട വ്യവസായങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ ഇലക്ട്രോണിക്സ് വസ്തുക്കളും ഫാഷൻ ഉടയാടകളും കുട്ടികളുടെ വസ്ത്രങ്ങളും ഹലുവ സ്റ്റാളുകളും ഇവിടെയുണ്ട്. മിഠായി തെരുവിൽ ഉയർന്ന ക്വാളിറ്റിയുള്ള വസ്തുക്കൾ ചുരുങ്ങിയ വിലക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം ജനങ്ങൾ ഇവിടെ ഷോപ്പിങ്ങിന് വരുന്നത്. ഒരു സിനിമാ തിയേറ്ററും ബുക്ക് സ്റ്റാളും ഇവിടെയുണ്ട്. മിഠായി തെരുവിനെക്കുറിച്ച് നോവൽ എഴുതിയ SK പൊറ്റക്കാടിൻ്റെ ഒരു പ്രതിമ തെരുവിൻ്റെ തുടക്കത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കുറേയധികം ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ധാരാളം മീറ്റിങ്ങുകളും സാംസ്കാരിക പരിപാടികളും ഇവിടെ അരങ്ങേറാറുണ്ട്. പണ്ടുകാലത്ത് വൈക്കം മുഹമ്മദ് ബഷീറിനെയും SK പൊറ്റക്കാടിനെയും പോലെയുള്ള ബുദ്ധിജീവികൾ സ്ഥിരമായി കറങ്ങി നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു മിഠായി തെരുവ്. ഇവിടെ ഖാദി എംപോറിയവും പബ്ലിക് ലൈബ്രറിയും ഉള്ളതുകൊണ്ട് ധാരാളം ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും നക്സലേറ്റുകളും തുണിസഞ്ചി ഉപയോഗിക്കുന്നവരും ഇടതുപക്ഷ ആശയക്കാരും നിരീശ്വരവാദികളും ഇപ്പോഴും ഇവിടെ പതിവായി സന്ദർശിക്കുന്നുണ്ട്. കേരളത്തിൽ പുതുതായി ഉണ്ടാക്കിയ ഡിങ്കൻ മതത്തിൻ്റെ ആരാധകരെയും ബാലമംഗളം വിശുദ്ധ ഗ്രന്ഥമാണെന്ന് അവകാശപ്പെടുന്ന ആളുകളെയും മിഠായി തെരുവിൽ പരിപാടികൾ നടത്തുന്നതായി കാണാൻ പറ്റിയിട്ടുണ്ട്. BBC പോലും റിപ്പോർട്ട് ചെയ്ത ഡിങ്കൻ മതത്തിൽ കളക്ടർ പോലും മെമ്പർഷിപ്പ് എടുക്കുകയും മുഖ്യധാരാ മതങ്ങൾക്ക് ഒരു ഭീഷണിയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്ടെ മുതലാളിമാരുടെ പരിസ്വപ്നമായിരുന്ന ബുദ്ധിജീവികളും ഇടതുപക്ഷ ചിന്താഗതിക്കാരും ഇപ്പോൾ കോഴിക്കോട് നഗരം പിടിച്ചടക്കിയിരിക്കുന്നു. മുഖ്യധാരയിൽ നിന്ന് മുതലാളിമാരെ പുറത്താക്കുകയും ഇടതുപക്ഷം കൈക്കലാക്കുകയും ചെയ്ത ആദ്യ നഗരമായി ഇപ്പോൾ കോഴിക്കോട് മാറിയിരിക്കുന്നു.